ഞാൻ കുറത്തോളം വഞ്ചി കയറിയിട്ടുണ്ടെങ്കിലേ എനിക്കൊരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവും. ആദ്യം അമൃതേനെ കടത്തി വിടാന്ന് വിചാരിച്ച്. എങ്ങനെയുണ്ട്? അടിപൊളി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എറണാകുളം ജില്ലയിൽ റോഡില്ലാത്ത, ഒരു കടയില്ലാത്ത, ഒരു വണ്ടി പോലും കയറാത്തൊരു ദ്വീപിനെ പറ്റി? വർഷങ്ങളായി പണിതീരാത്തൊരു പാലമുണ്ട്, മനുഷ്യരെക്കാൾ കൂടുതൽ പക്ഷികളുണ്ട്, കയാക്കിംഗ് ഉണ്ട്, ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്, അതിമനോഹരമായ കണ്ടൽ വനങ്ങളുമുണ്ട്. അടിപൊളി, എനിക്കിഷ്ടമായി. പക്ഷെ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള പലതും ഇവിടെ ഇല്ല. നമ്മുടെ പെരുമ്പളം പാലമൊക്കെ വന്നതിന് മുമ്പ് തന്നെ ഇവിടെ പാലം വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു കരയിലേക്ക് ഇത് കൂട്ടിമുട്ടിയിട്ടില്ല. 2019 തുടങ്ങിയ പാലം പണി 7 വർഷം കഴിഞ്ഞിട്ടും ആരുടെയൊക്കെ കനിവ് കാത്തു കിടക്കുകയാണ്. ഒരു സ്മാരകം പോലെ. ചേട്ടാ, ഇവിടെ റോഡുകളുണ്ടോ? റോഡൊന്നുമില്ല, വരമ്പുകളൊക്കെ ഉള്ള നടന്നു പോകണം. റോഡ് ആശ്രയമൊന്നുമില്ല. റോഡുകൾ എന്തെങ്കിലും പണിയാനുള്ള പ്ലാൻ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? റോഡ് പണിയാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ അധികം ആർക്കും അറിയാത്ത ഈ ദ്വീപിലെ മനോഹരമായ കാഴ്ചകൾ പകർത്താൻ വന്ന് ഞങ്ങൾ കണ്ടത് അത്ര നിറപ്പകിട്ടൊന്നുമില്ലാത്ത, വരമ്പിലൂടെയും വള്ളത്തിലൂടെയും മാത്രം യാത്ര ചെയ്യുന്ന കുറച്ച് മനുഷ്യരുടെ കഥ കൂടെയാണ്. ഇതാണ് എറണാകുളം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന വളന്തുകാട് ദ്വീപ്. രണ്ടറ്റവും കൂട്ടിമുട്ടാത്ത പാലത്തിന്റെ അടിയിൽ നിന്ന് ഒരു കൊച്ചു വള്ളത്തിലാണ് ഞങ്ങളുടെ വളന്തുകാട്ടേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. പെരുമ്പളത്ത് ഒരുപാട് തവണ വഞ്ചി കയറിയിട്ടുണ്ടെന്ന് പറയുന്ന ആളാ. ഈ ഒരു ഒറ്റ കടവിൽ നിന്നാണ് ഇവിടെയുള്ള മനുഷ്യർ ജോലിക്കായി പുറത്തേക്കും വളന്തുകാടേക്കും പോകുന്നത്. സ്കൂള്, ജോലി, കട, ഇങ്ങോട്ടെല്ലാമുള്ള മരട് ഭാഗത്തേക്ക് പോകാനുള്ള ഒരേ ഒരു കടത്ത്. അതെ, ഞങ്ങള് അക്കരയ്ക്ക് പോകണേണ്, വളന്തുകാട് ദ്വീപിലേക്ക് പോകണേണ്. എന്താണ് പേടിയുണ്ടോ? ചെറുതായിട്ട് ചെറുതായിട്ട് പേടിയുണ്ടോ? അനങ്ങാതിരുന്നാ മതി. ചെറുതായിട്ടല്ല, എനിക്ക് നല്ലോണം പേടി. നീ തിരികെ മറിയൊന്നും ചെയ്യരുത്. അപ്പൊ ഞങ്ങളെ വളന്തുകാടേക്ക് കൊണ്ടുപോകുന്നത് ഈ നാട്ടുകാരനായ അശോകൻ ചേട്ടനാണ്. അശോക് ചേട്ടാ, മഴ ഞങ്ങളുടെ വരവ് അറിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, ഒരു കിടിലം മഴ ഞങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് പെയ്തു തുടങ്ങിയിട്ടുണ്ട്. നല്ല സമയവും കൂടിയാണ്. പെരുമ്പളത്തുനിന്ന് മിക്കപ്പോഴും കയറിയിട്ടുണ്ട്, ഒറ്റയ്ക്കും കയറിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇതുവരെ ആ പേടി അറിയിട്ടില്ല. വളന്തുകാടിനെ പറ്റി, അവിടെ ഗവൺമെന്റ് നടത്തിയ റെസ്പോൺസിബിൾ ടൂറിസത്തെ പറ്റിയൊക്കെ അശോകൻ ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നോണ്ടിരിക്കുകയാണ്. റെസ്പോൺസിബിൾ ടൂറിസം പാലത്തിന്റെ പരിപാടി ഉടനെ നടക്കും കേട്ടോ. വർഷങ്ങളായുള്ള പാലത്തിന്റെ പണി, അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ, അതിന്റെ കരാറ്, സ്ഥലം ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതിനെ പറ്റിയൊക്കെ ചുരുക്കത്തിൽ അശോകൻ ചേട്ടൻ പറഞ്ഞു തന്നോണ്ടിരിക്കുകയാണ്. ശരിക്കും ആ പാലത്തിന്റെ അറ്റം ചെന്ന് മുട്ടണത് വളന്താട് തന്നെയാണ്. നമ്മുടെ വള്ളം മുന്നോട്ട് നീങ്ങും തോറും മഴ പതിയെ കൂടുകയും എന്നാൽ പ്രകൃതി അതിന്റെ വശ്യമായ ഭംഗി കൂടുതൽ പ്രകടമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ മനോഹരമായിട്ടുള്ള കണ്ടൽക്കാടിന്റെ ഇടയിൽ കൂടിയാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് അശോകൻ ചേട്ടന്റെ വീട്ടിലേക്കാണ്. അശോകൻ ചേട്ടനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് അമറുവിന്റെ പുറയിലിരിക്കുന്ന ഞങ്ങളുടെ ചേച്ചിയുടെ ഭർത്താവായ മണിക്കുട്ടൻ ചേട്ടനാണ്. നല്ല രസമാണ് ഇവിടെ കാണാൻ. അമൃതയ്ക്കുള്ളിൽ വള്ളത്തിലിരിക്കുന്നതിന്റെ ചെറിയ പേടിയുണ്ട്, നല്ല കാഴ്ചകൾ കാണുന്നതിന്റെ സന്തോഷമുണ്ട്. അത് ആ മുഖത്ത് കാണാൻ നോക്ക്. അശോകൻ ചേട്ടന്റെ വീട്ടിൽ ചെന്നിട്ട് ഈ ചെറിയ വള്ളത്തിൽ നിന്ന് മാറിയിട്ട് പുള്ളിയുടെ തന്നെ വലിയ വള്ളത്തിലാണ് ഞങ്ങൾ കണ്ടൽ കാടുകൾ കാണാൻ പോകുന്നത്. അവിടെയാണ് മറ്റേതല്ലേ നമ്മുടെ കയാക്കിങ്ങിന്റെ പരിപാടി അല്ലേ? നിങ്ങൾക്ക് അവിടെ കയാക്കിംഗ് ബോട്ടുകൾ കാണാൻ കഴിയുന്നില്ലേ? ഈ വളന്തുകാടുള്ള ബാക്ക് വാട്ടർ ആക്ടിവിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കയാക്കിംഗ്. കണ്ടൽ വനങ്ങൾ, കൊച്ചു തുരുത്തുകളൊക്കെ കവർ ചെയ്ത് നിശ്ചിത മണിക്കൂറിൽ നമുക്ക് വളന്തുകാട് മൊത്തം ചുറ്റിയടക്കാം. നമുക്കിതിനെ കയാക്കിംഗ് ഈ വളന്തുകാട് മുഴുവൻ കരപ്രദേശമല്ല, വരമ്പുമായോ കരയുമായോ ബന്ധമില്ലാത്ത ചെറിയ തുരുത്തുകളിലും വീടുകളുണ്ട്. അങ്ങോട്ട് പോകാനും നമുക്ക് വള്ളം തന്നെ വേണം. അങ്ങനെ ഞങ്ങൾ അശോകൻ ചേട്ടൻ്റെ വീട്ടിലെത്തി. വളരെ മനോഹരമായ ഒരു സ്ഥലം. ഇതിൻ്റെ ചുറ്റിനും കണ്ടൽക്കാടാണ്. നല്ല മഴയത്ത് ഒരുപാട് പക്ഷികൾ കായലിന് ചുറ്റും ഉണ്ടായിരുന്നു. പക്ഷി ഫോട്ടോഗ്രാഫർമാർക്ക് എത്ര ഫോട്ടോ എടുത്താലും മതി വരാത്തത്ര വെറൈറ്റി പക്ഷികൾ. നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ചേട്ടൻ്റെ വീട്ടിലാണ്. നല്ല വെയിലും തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമാണ് ഈ സ്ഥലം കാണാൻ. നിങ്ങൾ ആ ചെറിയ ടൂറിസ്റ്റ് ബോട്ട് പോകുന്ന കണ്ടലിൻ്റെ ഒരു കവാടം കണ്ടോ? അവിടെ നിന്നാണ് വലിയ കണ്ടൽ വനം തുടങ്ങുന്നത്. അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളും പോകാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയുണ്ട്? പെരുമ്പളം പോലെ തന്നെയാണ് സ്ഥലം? പെരുമ്പളം പോലെ ഒന്നുമല്ല സ്ഥലം,
പെരുമ്പളം കുറച്ചുകൂടി ആൾക്കാരൊക്കെ കൂടുതലുള്ളതും കടകളും പിന്നെ മാത്രമല്ല നമ്മുടെ ബോട്ട് ജങ്കാർ സർവീസ് ഒക്കെ എപ്പോഴും ഉള്ളതാ. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ കൂടി ഒരു സ്ഥാപനം മാത്രമേ ഉള്ളൂ. അത് സർക്കാർ സ്ഥാപനമായിട്ടുള്ള ആശുപത്രി മാത്രമേ ഉള്ളൂ. പിന്നെ ആൾക്കാരും കുറവാണ്. ഇത് പിന്നെ ഒറ്റപ്പെട്ട ഒരു ദ്വീപ് പോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് പണ്ട് കേരളം എങ്ങനെയായിരുന്നു, ഒരു 10-40 വർഷമൊക്കെ മുന്നേ കേരളം എങ്ങനെയായിരുന്നു, അതുപോലെ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് ഇവിടെ വരുമ്പോഴത്തേക്കും. ഇവിടെ ശരിക്കും അധികം വീടുകളൊന്നും ഇല്ല. ഏകദേശം 50ഓളം വീടുകളുണ്ടെന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത് അല്ലേ? 70 താഴെ വീടുകളുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളൊരു സംഭവം കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ ഇവിടെ വീടിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ കയാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കാണിച്ചു തരാം. കയാക്കിങ് ചെയ്യണോ? വേണ്ട, നമ്മൾ വഞ്ചിയില്ലല്ലോ ഒന്നും. നിങ്ങൾ നോക്ക്, കെട്ടായിട്ടൊന്നും ബന്ധമില്ല. ഇവർ വളർത്തണേണെന്ന് അറിയാൻ പാടില്ല. പക്ഷെ ഇതിനുള്ളിൽ നിറച്ച് കരിമീനും പിലോപ്പിയുമാണ്. ഇഷ്ടംപോലെ മീൻ. നമുക്ക് ജസ്റ്റ് ഒരു വല ഇട്ട് കഴിഞ്ഞാൽ അപ്പം കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇതിനെ പിടിക്കാൻ പറ്റും. ആ രീതിയിൽ നിൽക്കണേ മീനുകളെല്ലാം. ചെറിയല്ല ചെത്തിപ്പഴം. അങ്ങനെയുണ്ട്. ഒരു 6 കൊക്കിനെ കണ്ടടി നോക്കി. നമ്മളിപ്പോൾ നടന്നു പോകുന്നത് വരമ്പിക്കൂടിയും പറമ്പിക്കൂടിയൊക്കെയാണ് വേറെ വീടുകളിലേക്ക്. ഇതുവരെ ടാറിട്ട റോഡോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നല്ല റോഡുകൾ കാണാൻ പറ്റിയിട്ടില്ല. ഈ വളന്താടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ചുറ്റും നമ്മളെവിടെ നോക്കിയാലും കണ്ടൽക്കാടാണ്. ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ ചുറ്റും കണ്ടൽക്കാടാണല്ലേ? വളന്ത് കാട് എന്ന് പറഞ്ഞാൽ കണ്ടൽക്കാട് ചുറ്റുമുള്ളതാണ്. വളന്താടായല്ലേ? അത് പിന്നീട് മാറ്റിയതാണോ പേര്? പിന്നീട് മാറ്റിയതാ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ വണ്ടിയൊക്കെ എന്താ ചെയ്യണം? ഇവിടെ ഇങ്ങനെ കയറ്റാൻ പറ്റില്ല. എന്തായാലും പാലം വരാൻ പറ്റില്ല. എങ്ങനെ ചുറ്റും തിരുത്താണല്ലോ. അങ്ങനെ എന്നാലും വണ്ടി അപ്പുറത്ത് കരയിൽ വെക്കാൻ പറ്റുള്ളൂ. പാലം പണി തുടങ്ങിയിട്ട് എത്ര നാളായി? പാലം പണി തുടങ്ങിയിട്ട് ഇപ്പൊ 2-3 വർഷമായി. പെരുമ്പളത്തിന് മുമ്പ് തുടങ്ങിയാണ് പാലം? അതിക്ക് മുമ്പ് തുടങ്ങിയതാണല്ലോ. തുടങ്ങിയൊക്കെ വെച്ച് പക്ഷെ ഒന്നും പൂർത്തീകരിച്ചില്ല. നമ്മളിങ്ങനെ ഓരോ വീടിന്റെ സമീപത്ത് എത്തുമ്പോൾ അവിടെ എല്ലായിടത്തും വള്ളം ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും. അവരുടെ തന്നെ വള്ളങ്ങൾ, കൊച്ചു വള്ളങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവർക്കും വള്ളങ്ങൾ സ്വന്തമായിട്ടുണ്ടെന്ന് തോന്നുന്നു. റോഡൊന്നുമില്ല, വരമ്പുകളൊക്കെ ഉള്ള നടന്നു പോകണം. റോഡ് ആശ്രയമൊന്നുമില്ല. റോഡുകൾ എന്തെങ്കിലും പണിയാനുള്ള പ്ലാൻ ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? റോഡ് പണിയാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ സാഹചര്യം ചുറ്റാട്ടൊക്കെ. അപ്പൊ ഈ വള്ളം എല്ലാവർക്കും ഉണ്ടോ? വെള്ളം ഇപ്പം എല്ലാവർക്കും ഉണ്ട്. ഒരാൾ പോയി കഴിയുമ്പോൾ അടുത്ത ആൾക്കാർക്ക് പോകാൻ വെള്ളം വേണമല്ലോ. എല്ലാവർക്കും പെട്ടെന്ന് ഇങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നാൽ പോവാനൊക്കെ ഇപ്പൊ ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അത് ഉച്ചവരെയുള്ളു. ഇല്ലില്ല, അതൊരു ഉച്ചവരെയൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു 12-1 മണി 1:30 വരെയൊക്കെ ഉണ്ടാവുള്ളൂ. ഉച്ചയ്ക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ അടക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കാണണം. അശോകൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് രുചികരമായ ഊണം കഴിച്ച് ഞങ്ങളത് ആശുപത്രിയിലേക്ക് തിരിക്കുകയാണ്. വള്ളം കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് അമൃതക്ക് തിരിഞ്ഞിരിക്കണമെന്ന് ആഗ്രഹം തോന്നിയത്. നമ്മൾ വന്നപ്പോൾ നല്ല മഴയായിരുന്നു. പക്ഷെ ഇപ്പം വലിയ കാര്യമായിട്ട് മഴയൊന്നുമില്ല. നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട്. നല്ല രസമാണ് ഈ സൈഡിലൊക്കെ കാണാൻ. ഇതുണ്ടോ ഒരു ഹൗസ് ബോട്ട് പോലത്തെ ഒരുപാട് ശിക്കാർ ബോട്ടുകളും സാധാരണ ബോട്ടുകളും ടൂറിസ്റ്റുകളെയും കൊണ്ട് വളന്തുകാടിന് ചുറ്റും കറങ്ങുന്നുണ്ട്. കണ്ടൽ വനത്തിന്റെ ഭാഗത്തേക്കാണ് കയാക്കിങ് ചെയ്യുന്നവരും ബോട്ടിൽ വരുന്നവരും പോകുന്നതെന്നാണ് അശോകൻ ചേട്ടൻ പറയുന്നത്. തീരത്തേക്ക് എത്താറായി. എല്ലായിടത്തും കണ്ടലാണ്. അമൃതനെ പിടിക്കണം, അല്ലെങ്കിൽ അവള് വീഴും. ഈ റോഡ് എന്തിൻ്റെ ഇത് പണിതേക്കണം? ടൂറിസത്തിന്റെ ഭാഗമായി പണ്ട് പണിത നടപ്പാതയാണ് ഈ പോകുന്നത്. ഈ പാതയിലൂടെ കുറച്ചു ദൂരം നടന്നാൽ നമുക്ക് വളന്തുകാടുള്ള ഒരേ ഒരു അമ്പലവും കാണാൻ പറ്റും. ഇതാണ് പാലം. അശോകൻ ചേട്ടൻ നമ്മളെ പാലത്തിന്റെ എൻട്രൻസിലേക്ക് കൊണ്ടുപോകണം. എന്താണ് ഈ പാലത്തിന്റെ പ്രശ്നം? ആരെങ്കിലും മനഃപൂർവ്വം മുടക്കുന്നതാണത്, അല്ലെങ്കിൽ ഇത്രയും കാലതാമസം വരാൻ എന്താണ് കാരണം? 2019 ഇവിടെ പാലം പണി തുടങ്ങുന്നത്. പാലത്തിന്റെ ഡിസൈൻ സംബന്ധിച്ചുള്ള വിഷയം, പാലത്തിന്റെ അറ്റം പോയി മുട്ടുന്ന ഭാഗത്തുള്ള സ്ഥലം ഏറ്റെടുപ്പായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതുണ്ടാക്കാനെടുത്ത കാലതാമസം, അങ്ങനെ ഒട്ടേറെ രാഷ്ട്രീയ സാമ്പത്തിക സാങ്കേതിക കാരണങ്ങളാണ് 7 വർഷമായിട്ടും കര കയറാതെ നിൽക്കുന്ന ഈ ഒരു പാലത്തിന്റെ അവസ്ഥ. അത് അനുഭവിക്കുന്നത് ഇവിടുത്തെ ആളുകളുമാണ്.
ഇനി ഈ പാലത്തിന്റെ ജലപാതത്തെ നീളം മാത്രം 106 മീറ്ററാണ്. ഇതേ കാലയളവിൽ തുടങ്ങിയ പെരുമ്പളം പാലത്തിന്റെ നിർമ്മാണവും 2019 നടന്നത്. 1100 മീറ്ററിന് മുകളിലുണ്ടായിരുന്ന പെരുമ്പളം പാലം ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞു. പക്ഷേ പെരുമ്പളത്തേക്കാൾ അതിഭീകരമായ അവസ്ഥയാണ് ഇവിടെ. പെരുമ്പളത്ത് ബോട്ടും ജങ്കാറും സ്കൂളുകളും സ്ഥാപനങ്ങളും കടകളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എല്ലാവരുടെയും ആശ്രയം ഈ കൊച്ചു വള്ളങ്ങളാണ്. എൻ്റെ കൂടെ ഉള്ളത് ദേ ഈ വീട്ടിലെ ഹൃദ്യ എന്ന് പറഞ്ഞ കുട്ടിയാണ്. നമുക്ക് ഇവളോട് വിശേഷമൊക്കെ തിരക്കാം. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? മാങ്കായി. എത്രാം ക്ലാസ്സിലാന്ന് പറഞ്ഞത്? 2ല്. മോള് എങ്ങനെയാ എല്ലാ ദിവസവും സ്കൂളിൽ പോണത്? ഓട്ടോറിക്ഷ. ഇവിടെ ഓട്ടോറിക്ഷ വരുമോ? അവിടെ വരും ഓട്ടോറിക്ഷ. അപ്പൊ ഇവിടുന്ന് എങ്ങനെ പോകും? വഞ്ചിക്ക് പോവോ? അപ്പൊ മഴയുള്ള ദിവസമൊക്കെ റെയിൻകോട്ടൊക്കെ ഇട്ട് കൊടയൊക്കെ പിടിച്ചാണ് വഞ്ചിയിൽ പോണത്. പാലം വന്നാൽ വളരെ ഉപകാരമായിരിക്കും നമുക്ക് എല്ലാവർക്കും തന്നെ. ഇവിടുന്ന് സ്കൂളിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ആൾക്കാർക്ക് ഭയങ്കര പാടാണ് ഇവിടെ. നമ്മളിവിടെയുള്ള ആകെയുള്ള ഒരു ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ കടവിറങ്ങി നേരെ വന്നത് ആശുപത്രിയിലേക്കാണ്. ഇതാണ് ഇവിടുത്തെ പ്രൈമറി ഹെൽത്ത് സെന്റർ. നമുക്ക് നോക്കാം. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാണ് ഇതിനകത്ത് എഴുതിക്കുന്നത്. സിസ്റ്ററെ പോവാറായല്ലേ? ഈ ബോട്ട് എന്താണ് സംഭവം? അത് നമ്മുടെ ഹോസ്പിറ്റലിലെ ബോട്ടാണ്. അത് ഫ്ലോട്ടിംഗ് സർവീസ് ഉണ്ട്. കടവിൽ ചെന്നിട്ട് അതിൽ ഡോക്ടറും ഉണ്ട്. അത് ഞായറാഴ്ച ഇല്ല, അത് അല്ലാത്ത ദിവസങ്ങളില്ല. എല്ലാ ദിവസവും ഉണ്ട്. ഇന്നിപ്പോ ഞായറാഴ്ചയാണല്ലോ. ഞായറാഴ്ച ദിവസം ഇവിടെ ഒരു നേഴ്സിംഗ് അസിസ്റ്റന്റ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതൊരു കിടത്തി ചികിത്സാ കേന്ദ്രം എന്നല്ല, നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ തന്നെയാണ്. വന്ന് ഡോക്ടറെ കണ്ട് OP മാത്രമുള്ള സെറ്റപ്പാണ്. അപ്പോൾ നല്ല ഭംഗിയും വൃത്തിയൊക്കെയുള്ള ഹോസ്പിറ്റലാണ് എന്താണെങ്കിലും. പക്ഷേ ഭംഗിയും വൃത്തിയും മാത്രം കൊണ്ട് കാര്യമില്ല. ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഈ വഞ്ചി എടുത്ത് അപ്പുറത്ത് പോവുക തന്നെ വേണം. അവിടുന്ന് ആ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ? അത് അവിടുന്ന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ട് എത്ര ദൂരം പോണവര്. അതെ. ആശുപത്രിയിൽ നിന്ന് ഞങ്ങൾ പോയത് അമ്പലത്തിലേക്കാണ്. 2008 ഇവിടെ അമ്പലമായിട്ട് ഇത് തുടങ്ങുന്നത്. തമ്പുരാൻ ചൈതന്യ ശ്രീഭദ്രാളി ക്ഷേത്രം എന്നാണ് ഈ അമ്പലത്തിന്റെ പേര്. ഇവിടെ നിന്ന് ഞങ്ങൾ പോകുന്നത് കുറെ നേരമായിട്ട് കാണാൻ കൊതിച്ചിരുന്ന കണ്ടൽക്കാടുകളുടെ ഉള്ളിലേക്കാണ്. ഇവിടെയുള്ള കണ്ടൽക്കാടുകളും തണ്ണീർത്തടങ്ങളും വളരെയധികം ബയോഡൈവേഴ്സിറ്റി ഉള്ള വളരെ ഫ്രജൈലായ പ്രത്യേക എക്കോസിസ്റ്റമായിട്ടാണ് പരിഗണിക്കുന്നത്. വളന്തുകാട് കോസ്റ്റൽ റെഗുലേഷൻ സോണിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. വേമ്പനാട് കായലിൽ കൊച്ചിക്കടുത്തുള്ള വളരെ സെൻസിറ്റീവായ കായൽ കണ്ടൽ ദ്വീപ് എന്ന നിലയിൽ CRZ1 എന്ന പരിസ്ഥിതി ലോല പ്രദേശമായിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, മനുഷ്യരെക്കാൾ കൂടുതൽ പക്ഷികളുള്ള സ്ഥലമാണെന്ന്. സൈബീരിയൻ കൊക്ക് ഉൾപ്പെടെ 50ഓളം മൈഗ്രേറ്ററി പക്ഷികൾ, പിന്നെ നമ്മുടെ നാട്ടിലെ തന്നെ റെയർ ആയിട്ടുള്ള പക്ഷികൾ, ഇതിനെല്ലാം നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. പക്ഷി നിരീക്ഷകർക്കും ബേർഡ് ഫോട്ടോഗ്രാഫർമാർക്കും പറ്റിയൊരു സ്ഥലമാണ്. പക്ഷി നിരീക്ഷകരുടെ പർദീസ് എന്ന വിളിപ്പേരുകൂടി വളന്തുകാടിനുണ്ട്. നിങ്ങൾ ആ കണ്ടൽ വനത്തിന്റെ ഉള്ളിലേക്ക് തുറക്കുന്ന ആ ഒരു ചെറിയ കവാടം കണ്ടു? അവിടെ നിന്നാണ് വലിയ കണ്ടൽ വനം തുടങ്ങുന്നത്. അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള കണ്ടൽ വനങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ഇതാണ് വളന്തുകാടിന്റെ ടൂറിസം സാധ്യതകളല്ല. ഈ കണ്ടൽക്കാടിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ നമ്മൾ ഈ വള്ളത്തിൽ പോകുന്നത് ഒരു പ്രത്യേക ഫീലാണ്. വേണ്ട, എങ്ങനെയുണ്ട്? അടിപൊളി, എനിക്ക് ഇഷ്ടമായി. നമ്മുടെ മാന്ത്രികം സിനിമയിലെ വില്ലന്മാരുടെ സങ്കേതം പോലെ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഉടനീളം തോന്നും. സ്വാഭാവികമായി ഇത്രയും നല്ല പ്രദേശത്ത് സിനിമാ ഷൂട്ടിംഗ് ഇല്ലേ എന്നുള്ളൊരു സംശയം നമുക്ക് തോന്നിയേക്കാം. സിനിമ ഷൂട്ടിംഗ് ചെയ്യാൻ പറ്റില്ല, യൂണിറ്റ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് സ്പേസ് നോക്കുകയാണെങ്കിലും നമുക്ക് അവിടെ എത്തിക്കട്ടെ. ചില ഭാഗങ്ങളിൽ എത്തുമ്പോൾ, പ്രത്യേകിച്ച് കണ്ടൽ കവാടങ്ങളിൽ കയറുമ്പോൾ മോട്ടോർ ഓഫ് ചെയ്ത് തുഴഞ്ഞാണ് പോകുന്നത്. അതിന്റെ പ്രധാന കാരണം ചില ഭാഗങ്ങളിൽ ആഴക്കുറവുണ്ട്. വലിയ ബോട്ടുകളൊക്കെ ആണെങ്കിൽ വെള്ളം കുറവുള്ള സമയത്ത് ഇതിനിടയിലേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടാവുന്നതാണ് അശോകൻ ചേട്ടൻ പറയുന്നത്. വെള്ളം ഉണ്ടാവില്ല, ബോട്ട് കയറൂല്ലേ? പണിയാണല്ലേ? എന്ത് തണുപ്പാണ് ഇതിനുള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും. നല്ല തണുപ്പാണ് ഇതിനുള്ളിലേക്ക് കയറുമ്പോ. കാരണം നമ്മൾ ഈ വെയിലത്തുനിന്ന് വന്നിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ നേരത്ത് എൻ്റെ അമ്മ അടിപൊളി. ഈ പഠന ക്ലാസ്സിന്റെ ഒക്കെ ഭാഗമായിട്ട് കുട്ടികളൊക്കെ ഇതൊക്കെ കാണിക്കുന്നത് നല്ലതായിരിക്കും.
ഇനി കയറാൻ പോകുന്ന കണ്ടൽ കവാടമാണ് ഇവിടുത്തെ ഏറ്റവും അടിപൊളി കവാടം എന്നാണ് അശോകൻ ചേട്ടൻ പറയുന്നത്. വാ വാ ഓ കയറാൻ പറ്റുമോ? മൂന്നാല് സ്ഥലത്തൂടി പോയപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പറയായിരുന്നു അതിൻ്റെ ഉള്ളിലൊന്ന് കയറാൻ പറ്റിയിരുന്നെങ്കിൽ. ഈ വെള്ളം കെട്ടിയിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. അപ്പോൾ ആദ്യം അമൃതേനെ കടത്തി വിടാന്ന് വിചാരിച്ച് നീ കയറിയിട്ട് എന്താന്ന് അവിടെ അവസ്ഥ എന്താന്ന് പറഞ്ഞിട്ട് നീ വാ. ഓക്കെ ഇത് പലതാരം വെച്ച് കയറി. വേണ്ടേ? അടിപൊളി തെന്നിപ്പോന്നെ. സത്യം പറഞ്ഞതിൻ്റെ വലിപ്പവും ഇതിൻ്റെ ഭംഗിയും ഫോണിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞാനും മുകളിലേക്ക് കയറാൻ പോണാണ്. നല്ല ഉറപ്പാണ് ചേട്ടാ. എന്താ ഉറപ്പ് നോക്കി, ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട്? അടിപൊളി. എന്റെ മുഖമാണ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ചവിട്ടിയേക്കണ സാധനം നോക്കി, ഇതിന് ഭയങ്കര ഉറപ്പാണ്. ഇനി നമ്മളിപ്പോൾ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. കണ്ടൽക്കാട് എന്ന് പറഞ്ഞാൽ തിക്കായിട്ടുള്ള നല്ല തിക്കായിട്ട് വളർന്നിരിക്കുന്ന കണ്ടൽക്കാടിൻ്റെ ഉള്ളിലാണ്. ഇവിടെ എല്ലാം കയറിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അടിപൊളി. ഇതിൽ കൂടി കയറാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഒന്നാമത് ഇതിന്റെ ഈ കൊമ്പ് ഭയങ്കര ടഫാണ്. നമ്മള് ചെറിയ കൊമ്പാണെങ്കിലും നല്ല ടഫായിട്ടാണ് ഇതിന്റെ കൊമ്പിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം, ഇതിന്റെ കൊമ്പ് കാണിച്ചു തരാം. ഇതിന്റെ ഈ വേരുകളുണ്ട്, ഇതിന്റെ ഈ വേരുകൾ നല്ല തിക്നെസ് ആണ്. ഈ വേരുകൾക്ക് നമ്മൾ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും അത് ഒടിയൂല. ഈ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുട്ടൻ വെയിലാണ്, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ്. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം അല്ലേ? ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മാന്ത്രികൻ സിനിമ, ലൈഫ് ഓഫ് പൈ, പിന്നെ ഏതൊക്കെയോ ഹോളിവുഡ് സിനിമകൾ ഒക്കെ മനസ്സിലൂടെ കടന്നുപോയി. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊക്കും കാക്കയും കിളികളൊക്കെയാണ്. പക്ഷെ നമ്മൾ ഇറങ്ങാൻ പോലെയാണ്. പിന്നെ ഇങ്ങോട്ട് വരേണ്ട ബെസ്റ്റ് ടൈം അതിരാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമാണ്. ഞങ്ങൾ നട്ടുച്ചക്ക് വന്നിട്ട് പോലും നല്ല തണുപ്പും നല്ല തണലും ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളതാണ്. കൈതാ അതിരിക്കുന്നേ അവിടെ, ഇവിടെ എന്നാ വാ. ഇതിന്റെ വേരുകൾ കുത്തനെ കിടക്കുന്നതുകൊണ്ട് ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിൽ നല്ല രീതിയിൽ അപകടം പറ്റിയേക്കും. ഇവിടെ പോകാൻ പ്ലാൻ ഉള്ളവരുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ ഓടി കയറാനോ ഓടി ഇറങ്ങാനോ അവരെ സമ്മതിക്കരുത്. കെട്ടിയിട്ടാണ് പോലെ കേറണ പോലെ എളുപ്പമല്ല ഇറങ്ങി പോരാനായിട്ട്. നമ്മളിപ്പോ കയറിയ സ്ഥലത്ത് കയാക്കിങ്ങിന്റെ ടീം ഉണ്ട്, അവിടുന്ന് ശബ്ദമൊക്കെ കേൾക്കാം. വളന്തുകാടുള്ള ഒരുപാട് പ്രദേശം വലിയ സ്വകാര്യ ബിൽഡർമാർ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഈ പ്രദേശമെല്ലാം നികത്തി ഇതൊരു ടൗൺഷിപ്പ് ആക്കാനുള്ള നീക്കവും പണ്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അന്നത്തെ പരിസ്ഥിതി പ്രവർത്തകർ, പ്രദേശവാസികൾ, സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം ചേർന്ന് തടഞ്ഞിട്ടുണ്ടായി. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. അതാണ് വിശാലമായ സ്ഥലത്തോട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കയാക്കിങ് ചെയ്തു വരുന്ന വിദേശികളെ കണ്ടില്ലേ? അവർക്ക് അവിടെയുള്ള വീട്ടിൽ നിന്ന് തന്നെ ചായയും നാടൻ പലഹാരവും കൊടുക്കും. അതൊരു നല്ലൊരു ആശയമായിട്ട് എനിക്ക് തോന്നി. പ്രാദേശിക ഭക്ഷണം, കൾച്ചർ, ഇതൊക്കെ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന പോലെ നടപ്പിലാക്കപ്പെടുന്നു. ഇതുപോലെ വളരെ ക്രിയേറ്റീവായ രീതിയിൽ ടൂറിസം സംഘടിപ്പിക്കുക വഴി വളരെ റെസ്പോൺസിബിൾ ആയ ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിക്കുക, കണ്ടൽക്കാടുകളും ജൈവ വൈവിധ്യവും ഇതുപോലെ നിലനിർത്തുക എന്നതാണ് എൻ്റെ ആഗ്രഹം. എറണാകുളം സിറ്റിയുടെ ഉള്ളിലാണെങ്കിലും പെരുമ്പളം ദ്വീപ്, ചേപ്പനം, ഉദയംപേരൂർ, തൃപ്പൂണിത്തറ, കുണ്ടന്നൂർ, വൈറ്റില, പനങ്ങാട്, ഇതെല്ലാം ഇതിന് ചുറ്റുമാണ്. ആ ഭാഗത്താണ് പെരുമ്പളം. നമുക്ക് അങ്ങ് അകലെ ഈ ചോയ്സ് ടവർ, പിന്നെ അമ്പലമോളുടെ വലിയ ഗോപുരം, റിഫൈനറിയുടെ ടവർ, ഇതെല്ലാം കാണാൻ പറ്റും. എറണാകുളം സിറ്റിയുടെ ടൗണിൻ്റെ ഉള്ളിൽ പാലം ഇല്ലാതെ, റോഡില്ലാതെ കുറച്ച് കുടുംബങ്ങൾ, കുറച്ച് ആളുകൾ, കുറച്ച് കുട്ടികൾ, ഇവരൊക്കെ ചേർന്ന ഒരു മനോഹരമായ പ്രദേശം. ടൂറിസത്തിനൊക്കെ ഭയങ്കര ചാൻസ് ഉള്ള, എന്നാൽ അധികം ആളുകൾക്ക് അറിയാത്ത ഒരു സ്ഥലം. തീർത്തും വളന്തുകാടിനെ ഭംഗി കാണിക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. എന്നാൽ ചില ഇരുണ്ട യാഥാർത്ഥ്യങ്ങൾ കാണാനും സംരക്ഷിക്കപ്പെടേണ്ട നമ്മുടെ കേരളത്തിലെ ഒരു പ്രദേശം നിങ്ങളെ കാണിക്കാനും സാധിച്ചു. ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് ഞങ്ങളുടെ യാത്ര അവസാനിപ്പിക്കുന്നതിന് സാക്ഷിയായത് ഈ ഒരു പാലമാണ്. അടുത്ത തവണ ഈ ഒരു പാലത്തിലൂടെ ഞങ്ങൾക്ക് വളന്തുകാടിൽ എത്താൻ സാധിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാ കാര്യത്തിനും സഹായിച്ചത് അശോകൻ ചേട്ടനാണ്. അശോകൻ ചേട്ടൻ്റെ വീട്ടിൽ നമുക്ക് ഫുഡെല്ലാം തന്നു. ഞങ്ങളുടെ കൂടെ ആ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്കും എല്ലാ കാര്യങ്ങളും മോട്ടോർ വഞ്ചിയിലും കൊണ്ടുപോയത് അശോകൻ ചേട്ടനാണ്. ചേട്ടാ താങ്ക് യു. അപ്പം എന്താ പറയാനുള്ളത്? ആണല്ലേ? എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്നാണ്.
അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പോണേണ്. പിന്നെ അടുത്ത കഥകളായിട്ട് അല്ല ബ്രോ? അതെ, അടുത്ത കഥകളായിട്ട് ഇനി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.